നമസ്കാരം. സൂപ്പർ പവർ മുഖ്യമന്ത്രി പടിയിറങ്ങി. വിവാദ നായകൻ ഇനി വനവാസകാലം. സഖാവ് സി എം രവീന്ദ്രൻ CPM ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അധികാര കേന്ദ്രങ്ങളിലെ ശക്തിമാൻ. കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കവേ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയവൻ. പിന്നീട് പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ സൂപ്പർ പവറുള്ള അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രി ചമഞ്ഞവൻ. ലൈഫ് മിഷൻ പദ്ധതിയിലെ വിവാദ നായകൻ. പക്ഷേ അന്ന് പിണറായിയുടെ നിഴലായി നിന്ന CM രവീന്ദ്രൻ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലേ ഇല്ല. സകല കിരീടങ്ങളും ഊരിവെച്ച സൂപ്പർ പവർ മുഖ്യമന്ത്രി പടിയിറങ്ങുന്നു. ഇനി വിവാദ നായകന് വനവാസകാലമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി CP പ്രമോദിനെ പാർട്ടി നിയമിക്കുകയും ചെയ്തു. പാലക്കാട് നിന്നുള്ള CPM നേതാവാണ് പ്രമോദ്. AK ബാലൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പാർട്ടി കമ്മിറ്റികളിലടക്കം വിമർശന വിധേയരായവരെ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ പിണറായിയുടെ വിശ്വസ്തനായി CM രവീന്ദ്രൻ ഇക്കുറി സ്റ്റാഫിൽ ഇടം പിടിച്ചില്ല. പിണറായി മുഖ്യമന്ത്രിയായിരിക്കവേ 10 വർഷമായി സെക്രട്ടേറിയറ്റിലെ അധികാര കേന്ദ്രമായിരുന്നു CM രവീന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കടിഞ്ഞാണേന്തി വിവാദത്തിലും പെട്ടിരുന്നു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രവീന്ദ്രൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ സൂപ്പർ പവർ മുഖ്യമന്ത്രി. 4 പതിറ്റാണ്ടായി പാർട്ടി വിശ്വസ്തനായി തലസ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പിണറായിക്ക് അധികാരം നഷ്ടമായതോടെയാണ് അദ്ദേഹവുമായി വഴിപിരിയുന്നത്. CM രവീന്ദ്രന്റെ അടുത്ത റോൾ എന്താകുമെന്ന് വ്യക്തത വന്നിട്ടില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ അദ്ദേഹം നിർണായക സ്ഥാനത്ത് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഭരണത്തിലിരിക്കവേ നിരവധി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്നുകെട്ട പേരാണ് CM രവീന്ദ്രന്റേത്. ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ രവീന്ദ്രൻ വിവാദത്തിലായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പാർട്ടി കോട്ടയായ ഒഞ്ചിയം സ്വദേശിയായ CM രവീന്ദ്രൻ സാധാരണ പാർട്ടി പ്രവർത്തകനായാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് രവീന്ദ്രൻ പാർട്ടിയുടെ വിശ്വസ്തനാവുകയും പ്രവർത്തന മണ്ഡലം എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തേക്ക് മാറ്റുകയുമായിരുന്നു. LDF കൺവീനറായ PV കുഞ്ഞിക്കണ്ണന്റെ സഹായിയായാണ് 1980കളിൽ രവീന്ദ്രൻ തലസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. പിന്നീട് അങ്ങോട്ട് 40 വർഷത്തോളമായി വിവിധ CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു CM രവീന്ദ്രൻ. ഇത്തരം നിയമനങ്ങളിൽ ഏറ്റവും ഒടുവിലായാണ് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള CM രവീന്ദ്രൻ സകല മാനദണ്ഡങ്ങളും മറികടന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. വടകര ഓർക്കാട്ടേരിയിലെ ഒരു ബന്ധുവിനെ ബിനാമിയാക്കിയാണ് രവീന്ദ്രന്റെ ബിസിനസ്സുകളെന്നാണ് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ആരോപണം പോലും. CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും അധികം കാലം ജോലി ചെയ്തിട്ടുള്ള ആളാവും രവീന്ദ്രൻ എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ അടക്കം അന്നേ പരിഹസിച്ചത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു CM രവീന്ദ്രൻ. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി 12ഓളം സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ട് എന്ന് ED കണ്ടെത്തിയ CM രവീന്ദ്രൻ ഭരണത്തിലുണ്ടെങ്കിലും അല്ലെങ്കിലും CPM നേതാക്കൾക്കൊപ്പമുണ്ട്. VS അച്യുതാനന്ദനൊപ്പവും കോടിയേരി ബാലകൃഷ്ണനൊപ്പവും പിണറായി വിജയനൊപ്പവും വിശ്വസ്തനായി രവീന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിണറായി വിജയനുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയായ CM രവീന്ദ്രനായിരുന്നു ലാവ്ലിൻ കേസ് അടക്കമുള്ളവയുടെ നടത്തിപ്പും ഏകോപനവുമൊക്കെ. പിണറായി മുഖ്യമന്ത്രിയായിരിക്കവേ പേഴ്സണൽ സ്റ്റാഫിൽ KSR പാർട്ട് 3 ചട്ടം 100 അനുസരിച്ചിട്ട് പുനർനിയമനം ലഭിച്ച ജീവനക്കാരിൽ ഒരാൾ കൂടിയാണ് CM രവീന്ദ്രൻ. പ്രതിപക്ഷ നേതാവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിന്നാണ് CM രവീന്ദ്രന് പുനർനിയമനം ലഭിച്ചത് പോലും. CM രവീന്ദ്രൻ പാർട്ടിയുടെയും നേതാക്കളുടെയും ബിനാമിയാണ് എന്ന ആരോപണം നിരവധി തവണ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ട് 12ഓളം സ്ഥാപനങ്ങളിൽ ഓഹരി ഉണ്ട് എന്ന് ED കണ്ടെത്തിയത്. 2020ൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് CM രവീന്ദ്രനെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി ഓഫീസ് ശ്രമിച്ചെന്നും പ്രതിപക്ഷം അടക്കമെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. EDയുടെ ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരാക്കിയ സ്വത്തിന്റെ കണക്കുകളിൽ ED സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. കോവിഡും രോഗാവസ്ഥയും അടക്കമുള്ള ന്യായങ്ങൾ നിരത്തി തുടക്കത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരുന്ന CM രവീന്ദ്രൻ പിന്നീട് EDക്ക് മുന്നിൽ ഹാജരാവുകയായിരുന്നു. തുടർച്ചയായി 13 മണിക്കൂറോളമാണ് ED രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ മുൾമുനയിലാക്കിയിരുന്നു ആ ചോദ്യം ചെയ്യൽ. ED ചോദ്യം ചെയ്യലിന് പിന്നാലെ രവീന്ദ്രനെ നിർണായക പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നത് പ്രതിപക്ഷമടക്കം ശക്തമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും പാർട്ടിയും രവീന്ദ്രനെ ഒരുപോലെ പ്രതിരോധിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ CPMന് കനത്ത തിരിച്ചടിയായ ജനവിധിയെ തുടർന്ന് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകേണ്ടി വന്നു. ഇതോടെയാണ് രവീന്ദ്രന് തലസ്ഥാനം വിടേണ്ടി വന്നതും. അങ്ങനെ അവസാനം സകല ആടയാഭരണങ്ങളും സാമന്ത രാജാവിന്റെ കിരീടങ്ങളുമൊക്കെ ഊരിവെച്ച് സൂപ്പർ പവർ മുഖ്യമന്ത്രി പടിയിറങ്ങി കഴിഞ്ഞു. ഇനി ആ വിവാദ നായകന് വനവാസകാലമാണ്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മറ്റൊരാളെ നിയമിക്കുവാൻ പാർട്ടി തീരുമാനമെടുത്തത് ഈ സാമന്ത രാജാവിന്റെ അവസാനമാവുകയായിരുന്നു.